അവിടെ താക്കടാ. തോരങ്ങത്ത് പാടത്ത് വന്നപ്പോൾ ഈ പാടം കുറച്ച് നാളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരായിട്ടും അവർ നിർത്തി ഇടയ്ക്ക് മഴ പെയ്യുന്ന മോട്ടോർ കംപ്ലൈൻ്റ് ഒക്കെ വന്നുകൊണ്ട് ഓടിക്കുന്നില്ല. പക്ഷേ അന്ന് വരാനുള്ള പ്ലാനൊന്നും ഇല്ല. പക്ഷേ ഇന്ന് നമ്മളിവിടെ വന്നപ്പം സിലോപ്പി ഉണ്ട്. ഇത് കണ്ടത് ഇഷ്ടംപോലെ സിലോപ്പി കിടന്ന് വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സിലോപ്പി വിടുന്നുണ്ട്. പക്ഷേ അത്ര മുഴുത്ത സിലോപ്പി അല്ല കാണുന്നത്. ഒരു ഇടത്തരം സിലോപ്പി ഇഷ്ടംപോലെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം വരുമ്പോൾ ഇഷ്ടംപോലെ ഉടക്കോലക്കാരുണ്ടായിരുന്നു. ഉടക്കോലക്കാരൊക്കെ ശരിക്കും സിലോപ്പി പിടിച്ചു. നേരം ഒരുമാതിരി ദൃഢവെള്ളമൊക്കെയാണ് ഉടക്കോല കയറി പോകുന്നത്. അപ്പം നമ്മൾ വല വെച്ച എത്ര ശതമാനം ഇത് കാണുമെന്നറിയത്തില്ല. ഇതിൻ്റെ വലിപ്പം ഈ ഓട്ടം കണ്ടിട്ട് ചെറിയ സിലോപ്പി ഇപ്പോൾ ഓടിക്കാണിക്കുന്നു. ആഴ്ചയിലോട്ട് പോകാൻ നേരത്ത് ഇതെല്ലാം കണ്ടമാനം സിലോപ്പി ഓടുന്നുണ്ട്. അവരുടെ അവിടുന്ന് വലയായിട്ട് വരുന്നുണ്ട്. ഇഷ്ടമല്ല. എടാ ഇതൊന്ന് പിടിച്ചടാ, പൊക്കിക്കൊണ്ട് പോകും. ആ കീറിയതാ. നീ കൊല്ലി മീനിടല്ലേ? വല കീറിയിട്ടില്ല. പല പിടി വലിക്കില്ല. എടാ ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്നു വന്നേടാ. ആ 3 പേരും കൂടി പല വൈരാക്കി ഇങ്ങോട്ട് ഓടിച്ചു. നീ നമ്മുടെ വാലത ഇങ്ങനെ കറക്കിയിട്ടിരിക്കുക. ഇത് ഇത്ര സ്പേസ് ഉണ്ട്. അവരിത് അങ്ങോട്ടൊക്കെ അനക്കാൻ പോയി. ഇവിടുന്ന് ഇങ്ങനെ അനക്കി ഓടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഈ ഭാഗത്ത് ഇത് നമ്മുടെ ഈ മലയുടെ ഉള്ളിൽ കൊണ്ടുപോകണം. എല്ലാം ചെറിയ സിലോപ്പിയാണ്. അന്നേരം വലിയ സിലോപ്പിയെല്ലാം ഉടക്കോലക്കാറ കൈ പെട്ട്. എടാ അത്ര ഒത്തിരിയൊന്നും പോണ്ട. പൊങ്ങിപ്പോയില്ല കേട്ടോ. നീ പൊക്കിയാണോ വലിക്കുന്നത്? നിൻ്റെ പോക്ക് കണ്ടിട്ട് മറ്റേ അപ്പോൾ പശുവിന് തുല്ലിയിരിക്കാൻ പോകുന്ന പോകുന്നു. പാറപ്പള്ളി ഇല്ലടാ. പാറപ്പള്ളി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഉണ്ടോ? പാറപ്പള്ളി ധ്യാനം കൂടാൻ പോകും. അതാ കുരിശുമൂട്. കുരിശുമൂട് കഴിഞ്ഞ് പോകണം. അത് കുത്തു കഴിഞ്ഞു. വലയുടെ അടിയിലായിരുന്നു. ഇവിടെ വടക്ക് അകത്ത ആ വലി. ഇത് അടിവരെ വലിച്ചു. ഈ വരയുടെ ഒപ്പം കൊണ്ടുവിടും. അടിവര ആ വലിക്കകത്ത് വേണ്ട വേണ്ട. എന്തായിരുന്നു
ഇല്ലടി എന്റെ കാലം തിരിച്ചോ പുറത്ത്. ആ നിങ്ങളുടെ തടി നിന്നാ പോയി. വലുതാ വന്ന് കാലം വന്ന് എന്റെ കാലം വന്ന് ഇടിച്ച്. ഉണ്ടോ ചവിട്ടി പിടിച്ചിരിക്കണം. മുഖത്തിന് പാവമൊക്കെ വ്യത്യാസം ഉണ്ട്. അല്ല കാല വൈബ്രേഷൻ ഉണ്ട് ഇപ്പം ഇടയ്ക്കുന്നുണ്ട്. പക്ഷേ കൈയിട്ട് ഇവിടെ ഈ സൈഡിലൂടെ ഉണ്ട്. ചുലിക്ക് തപ്പ് കയറിപ്പോയി നിർത്തില്ല ഉണ്ടാകാം. ഇല്ല പോയി. ഇത് കയ്യല്ലേ അത് ഇപ്പഴാണ് നമ്മളെ ഇടിച്ച്. ചെറുത് ഇങ്ങനെ വിളിച്ചു. പറഞ്ഞു പോലെ എടാ ഇങ്ങനെ ഇടയ്ക്കൊന്ന് പിടിച്ചടാ. പൊങ്ങരൊന്ന് പൊക്കി പിടിച്ച. നീ വിടണ്ട. നീയില്ല നീ വിടും. നീ പോകരുത്. സുഗുണം സുഗുണം പോകണ്ട. ഞാനുണ്ട് ഇന്നലെ വളരെക്കാനും പറഞ്ഞു. ആ അകത്താ അകത്താ പൊക്കണ്ട അങ്ങനെ നോക്കണ്ട. മൊത്തം ചെളിയാ. ആ തിരക്ക് മാത്രമേ ഉള്ളൂ. കളയരുത്. ആ കളത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ടല്ലോ. അല്ല കലത്തിട്ടിട്ട് പുല്ലിക്കകത്തിട്ടിടും. കളയാനും മാത്രമുള്ള ഒന്നുമില്ലല്ലോ. അങ്ങനെയുള്ളതൊന്നുമില്ല. ഇന്ന് കളച്ചൊന്നുമില്ല. വേണ്ടവരെ പിടിച്ചാൽ മതി. ചാടി മേടി കൂടി ചാടി പുല്ല് ഇരി. ആ സാധനം അകത്തേക്ക് പുറത്തേക്ക് ഇടണ്ടായിരുന്നു. ആ കൊല്ലിയിടാ. കൊല്ലിക്കകത്തിട്ട് വെള്ളത്തിൽ കൊല്ലിയിട്. ഇത്തിരി മാറ്റി എവിടെയെങ്കിലും കെട്ടിയിടണം. എന്തോ അഴിക്കണ്ട. ഇതിങ്ങനെ വിളിക്കും. പൊക്കണ്ട. ടൈറ്റാക്കല്ലേ ആ വിട്. അത് വിട്. മറ്റേ കൊല്ലി എടുത്ത് കിട്ടിയിട്ട് അത് ആ കൊല്ലിക്കകത്ത് തന്നെ ഇട്. എവിടെ ഇട്ടാ കൊല്ലി? ആ കൊല്ലി തന്നെ ഇട്. ഇത്ര കണ്ണാ ഇത് പിടിച്ചോ. അതങ്ങോട്ട് മാറ്റി കിട്ടോ. പൊങ്ങി അല്ല നീ ഇങ്ങനെ വിടിയിട്ട് പിടിച്ചു വിട്. എന്നറിയാം പോട്ടെ. നീ പൊക്കും. നീ തിരിഞ്ഞു നോക്കാൻ നോക്കണം. തിരിഞ്ഞു നോക്കാൻ ഓടിക്കും. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടോ? ഒന്നുമില്ല, ചുമ്മാ വലിക്കാം. ഇതിനകത്ത് ചുമ്മാ വലിക്കാനാ. അതിനകത്ത് വെള്ളക്കുറവാണ്. ചെറിയ സിലോപ്പിയാണ് കാണുന്നത്.
ഇങ്ങനെ വലിച്ചോണ്ട് പോകാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ അത് ഇറക്കി കോരുന്ന കണക്ക് ആ വല മുട്ടിക്ക് വന്നിട്ടുണ്ട്. വാങ്ങല നിങ്ങൾ ഫ്രീ അല്ല അവിടെ വരമ്പേ കോരി വെക്കും നമുക്ക് എന്നിട്ട് കറക്കാം കടപ്പുറത്ത് മറ്റേ വല അടിക്കുന്ന കണക്ക് നമ്മളെ ഐഡിയ ഒക്കെ പെട്ടെന്നാണ് എവിടെ കടപ്പുറത്ത് നേരെ ഞാൻ വീശാൻ പോയി നിങ്ങൾ പട്ടിണിയാകത്തില്ല സേഫാ എന്തൊക്കെയാണ് ഞാൻ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ പമ്പിൽ ചെന്നപ്പോൾ മറ്റേ പള്ളിപ്പറമ്പിലുള്ള ഒരുത്തിന് ഓട്ടോ കൊടുത്തൊരു പൊക്കമുള്ളത് ആ അവൻ്റെയൊക്കെ പറഞ്ഞടാ ESA നാണോ നല്ല പണി നടക്കുന്നുണ്ട് ചെമ്മീനും മാന്തലും ഒക്കെ ഉണ്ട് പറഞ്ഞു. ഓ ഞാൻ പറഞ്ഞത് അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല വലയില്ല അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ വല ഉണ്ടായിരുന്നു അവർ ഒന്നും പോകായിരുന്നു കറിക്ക് പിടിക്കാൻ പോകുമായിരുന്നു. അടിവല പിടിച്ചു അടിവല അല്ല നമുക്ക് നേരെ നേരെ പോവാം. ഇവൻ ആ വരമ്പേ ചെല്ലട്ടോ. മയം വലി വലി നിൽക്കി ഉറപ്പാ നീ ഇവിടെ ഇച്ചിരി നേരം ഇങ്ങോട്ടോ അവിടുന്ന് വലിഞ്ഞു വരത്തില്ലല്ലോ കണ്ണ ഇച്ചിരി ഇങ്ങോട്ട് കയറി നിൽക്കണം അന്നേരം അവൻ അവിടെ വന്നിരുന്നുള്ളൂ. അടിയില്ല വലുതായിരുന്നു ഇടാ കൊല്ലി കൊല്ലി എന്നിട്ട് ഇതൊക്കെ കിട്ടിയിട്ടോ കൂട്ടത്തിൽ കിട്ടി. ആ ഇതിന് കിഴുത്തുകളാണല്ലേ. ആ കുഴപ്പമില്ല പോണേ പോട്ടെ ഇല്ലെങ്കിൽ അതെ ഇതൊക്കെ കെട്ടിയിട്ടാൽ മതി. അവിടെ ആ ഉടക്കോലാണ് അങ്ങോട്ട് കയറണ്ട. ഉടക്കോല അവിടെ ഇട്ടേക്ക്. അത് ഇങ്ങോട്ട് കയറുക. ആ ഇതിൻ്റെ ഈ സൈഡ് ഇതിൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ ആ എങ്ങനെയുണ്ട് അവിടെ കൊണ്ടിട്ട് എന്നാടാ അങ്ങനെ കണ്ണൻ ആദ്യമായിട്ടൊരു തിരോപ്പി പിടിച്ചതിൻ്റെ സന്തോഷത്തിൽ ഓ വാലിനൊരു കടി കൊടുത്തിട്ടേക്ക് ഞാൻ പിടിച്ച തിലോപ്പി മാർക്ക് ചെയ്തിട്ട്. ആ പുള്ളിയുടെ ഉടക്കോലയാന്ന് അതാ ഢോന്നൊക്കെ വെച്ചത്. അതങ്ങനെ അടിയില്ല അടിയില്ല പറന്നു പോലെ ഇങ്ങനെ പമ്മി ഇരുന്നതിനൊക്കെ തപ്പി എടുത്തിട്ട് പോവുക. തട്ടയെ കൊണ്ട് ഫിഷറീസുകാർ പിടിച്ചോണ്ട് പോകും. കുഞ്ഞിനെയൊക്കെ ആര് കുറ്റി പറിച്ച് കുറ്റി പറിച്ചൊന്നുമല്ലേട്ടാ നടന്നപ്പോ കാല കിടക്കുമ്പോ കാലേന്ന് പറിച്ചു കളഞ്ഞതാ. ഏത്
അവിടെ വെറുതെ ഒന്ന് കുറ്റിയത് നമ്മൾ പറിച്ചെടുത്തല്ല. ഏത് കുറ്റി? ചേട്ടൻ അവിടെ വല കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റി അവിടെ ഉണ്ട്. എന്നത് കണ്ടു ചേട്ടൻ? ചേട്ടൻ ചവിട്ടി പറിച്ചല്ലേ വല ഇങ്ങോട്ട് നീണ്ടിടുന്ന കാലം ഉടക്കിയതാ. ചേട്ടൻ ഇത്ര പൂഞ്ഞിക്കാൻ വരാനൊക്കെ ഞങ്ങളുടെ ഇത് ഇരട്ടി വലയുള്ളവരാ. അല്ലെന്ന് ഇതിന്റെ ഇരട്ടി വല ഇടുന്നവരാ ഞങ്ങൾക്കറിയാം ഈ വല ഇട്ടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഞങ്ങളെന്തിനാ നിങ്ങളുടെ ഈ ഇച്ചിരി വിലക്കകത്തുനിന്ന് ഞങ്ങൾക്ക് മീൻ കിട്ടി തന്നെ എടുക്കാനാ? ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. വേറെ ഉടക്കോല അവിടെ കിടപ്പുണ്ട്. നമ്മളതിൻ്റെ സൈഡിൽ പോലും വന്നില്ല. എന്നുവെച്ചാൽ കാലേ കയറി വലയുടക്കിയപ്പോൾ അത് വല പറിച്ച് വിട്ട്. ആകെ ഒരു ഇച്ചിരിക്കോളം വലയുള്ളൂ. 1/2 കിലോ 1 കിലോ വലയും കാണ്ടേ ഉള്ളൂ. ഈ 1 കിലോ വലയിടുന്ന പുള്ളിക്കാരനെ നമ്മുടെ ഇത് പറയും. നമുക്കൊന്ന് കാര്യം ഇവരുടെ വല എടുക്കാനായിട്ട്, വലയിലെ മീൻ എടുക്കാനായിട്ട്. ഇതിൻ്റെ ഇരട്ടി വല എൻ്റെ കൈ വീട്ടിൽ ഇരിക്കുന്നു. ഉടക്കോല ഈ ഉടക്കോലക്കാരനെ നമ്മൾ കുത്തിയിൽ തളച്ച് വലയിടുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. മീൻ ആരെങ്കിലും ഉരിയെടുത്താൽ നമ്മളത് ചെയ്യത്തുമില്ല. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വലയുണ്ട്. എന്നിട്ട് പറയാം നമ്മൾ ആ വലയിലെ കമ്പ് ഉരിയെടുത്ത് പിന്നെ മീനെടുത്ത് എന്നുള്ളത്. ഇതൊക്കെ എന്ത് ന്യായമാണ്? നീ ചവിട്ടിരിക്കണോ? നീ എടുത്ത് അത് ഈ തുമ്പത്ത് ഇങ്ങനെ ഇടാൻ പറഞ്ഞ വലയുടെ സൂപ്പറാ. കിട്ടിയാ എനിക്ക് അങ്ങനെ കൊടുക്കണ്ട മീൻ അതിനടിയിൽ കൂടി കിടക്കെ പോകും. എടാ ഇത് പൊക്കിക്കടാ. ഇത് മറിച്ച് മേലോട്ട് ഇട്ടു. മറിച്ചാ അങ്ങേറ്റം വരെ മറിച്ചോ. ആ കമ്പെ കുത്തി വെച്ചോ. അയ്യോ, നമ്മൾ ആ ഭാഗത്തൊരു വല വലിച്ചിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വല വെക്കാനാണ് വന്നത്. അതങ്ങ് ഊരിയെടുത്ത്. ഈ കണ്ടത്തിൽ അധികം വെള്ളവും കാണുന്നില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് തന്നെ ചെറിയ സിലോപ്പിയാണ് ഓടിക്കേണ്ടത്. ഈ കണ്ടത്തിൽ ഇച്ചിരി താഴ്ച വെള്ളമുണ്ടായി ഇവിടെ വലിച്ചിട്ട് നമ്മൾ ചുമ്മാ കറക്കി വലിച്ചത്. അത്യാവശ്യം സിലോപ്പി ഉണ്ട്. നമുക്കറിയാം ഈ പരിപാടിയോട് ഇത് ഉള്ളി വെക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച കണക്കുള്ള സിലോപ്പിക്ക് വലിപ്പമില്ല. അങ്ങനെ അവിടെ മറിഞ്ഞു പോയി ഞാൻ പൊക്കി വരുന്നത്. നീ അവിടെ പോവില്ല, അത് കളയാ. പോടാ മറിഞ്ഞ അത് പോയത്. ഈ അവസാനം പോയതെല്ലാം തിരിച്ച് വലുതായിരുന്നു. അങ്ങനെ വലിച്ച് പോവില്ല കേട്ടോ, തുറന്നു പോവില്ല. തുറന്നേ ഇത് പിടിച്ച നിർത്തി. അതെവിടുന്നാ? നമ്മുടെ കൊല്ലിക്കാന്നാണ് ചാടിപ്പോയി. ആണോ? അത് ഞാൻ നാളെ തയ്ച്ചൊക്കെ റെഡി ആയിക്കൊണ്ട് വന്ന കൊല്ലിയ. വെറുതെ അവിടെ നിന്നായിരിക്കോ എന്ന് നമുക്ക് വിചാരിക്കാം. അത് ചെറുതാണ്, പിടിക്കണം. മറിഞ്ഞു പോകുന്നത് അങ്ങനെ പിടിച്ചാൽ മതി. അവിടെ തുറന്നു പോകില്ല. അത് കണ്ടത്തിച്ചിരി ഇച്ചിരി വെള്ളമുണ്ട്. അവിടെ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഐഡിയ. അണ്ണനൊക്കെ കാണണ്ട, നമ്മുടെ സ്കില്ല് കണ്ട് ഞെട്ടി.
ഇഷ്ടപ്പണിയിൽ നേരത്തെ കിട്ടിയ അത്ര കിട്ടിയില്ല. സ്ഥലം എടുക്കാം. കുറച്ചിട്ടാ അതല്ല സൗകര്യം. കടം മതി എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയി. അവിടെ താക്കടാ. അങ്ങനെ തോരന്നപ്പം ചേറുണ്ടെന്ന് ഉറച്ചോ ഞാൻ. നേരെ മറ്റേ കൊല്ലില്ലേ അല്ലേ? നമുക്കിത് ഒറ്റക്കാലം സിലോപ്പി കിട്ടി. കറക്റ്റ് ഒരു കാലം ഉണ്ട്, പക്ഷേ സിലോപ്പിക്ക് മുഴുപ്പില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.